ഹലോ ഫ്രണ്ട്സ്, 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡേ 6. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു അറിവാണ് ഇന്നത്തെ പ്രാക്ടീസിലൂടെ ലഭിക്കാൻ പോകുന്നത്. അതായത് ആഗ്രഹിക്കുന്നതെന്തും ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള തിരിച്ചറിവ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വിത്തിട്ടാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും കൊയ്തെടുക്കാം. ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിലെ വാക്കുകളാണിവ. ഇന്ന് നാം 6-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലത്തെ വെൽത്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഈ സുഹൃത്തിന് സമൃദ്ധിയുടേതും സമ്പത്തിൻ്റെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടാവും. ഇനി മുതൽ നിങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ആ സമൃദ്ധി നിറഞ്ഞു നിൽക്കണം. പഴയ ദാരിദ്ര്യത്തിൻ്റെ ചിന്തകളിലേക്ക് മനസ്സ് പോകാതിരിക്കാൻ ഒറ്റ ദിവസം കൃത്യമായി വെൽത്ത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നാം പഠിക്കുന്നത് സമ്പത്ത് എന്നല്ല, ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും നേടാനുള്ളൊരു ടെക്നിക്കിനെ കുറിച്ചാണ്. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ. ചിലപ്പോൾ ആകർഷണ നിയമത്തെപ്പറ്റി എൻ്റെ സുഹൃത്ത് നേരത്തെ കേട്ടിട്ടുണ്ടാകും, ഒരുപക്ഷെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ടാകും. എന്നാൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും നേടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിൽ സംശയത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ ഒരു കാര്യത്തിലേക്ക് പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കാര്യം ചിന്തിച്ചാൽ അത് സംഭവിക്കും. പ്രപഞ്ചത്തോളം പഴക്കമുള്ളൊരു സത്യമുണ്ട്. ചിന്തയുടെ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും കൂടുതലായി ചിന്തിക്കുന്നത്, നിങ്ങൾ ഏത് കാര്യത്തിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എപ്പോഴും എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. ദി സീക്രട്ട് എന്ന പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൽ റോണ്ട ബേൺ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ നിയമത്തിന് പ്രപഞ്ചത്തോളം തന്നെ പഴക്കമുണ്ട്. പക്ഷേ അന്ന് മുതൽ ഈ കാലം വരെ ഈ രഹസ്യം വളരെ ചുരുക്കം ആളുകളിൽ മാത്രം ഒതുങ്ങി. വളരെ കുറച്ച് പേർ മാത്രമാണ് ആകർഷണ നിയമം മനസ്സിലാക്കുകയും പഠിക്കുകയും തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ നിയമത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആവേശം തോന്നില്ലേ? എങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങുകയാണ്. 2 അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ ആകർഷണ നിയമം വളരെ ലളിതവും രസകരവും പ്രയോജനപ്രദവുമാക്കാം. ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തമായ കാന്തിക വലയങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനാണുള്ളത്. അതായത് ശക്തമായൊരു കാന്തമാണ് നമ്മുടെ മനസ്സ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി ആകർഷിക്കാനുള്ള കഴിവ് ഈ കാന്തത്തിനുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ കാന്തമെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങളുടെ ചിന്തകളിലൂടെ ഈ കാന്തിക ശക്തി നിങ്ങൾ പ്രകൃതിയിലേക്ക് പ്രസരിപ്പിക്കും. നിങ്ങളുടെ ഓരോ ചിന്തകളും വ്യത്യസ്തമായ ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ പ്രസരിപ്പിക്കുന്നത്. പ്രകൃതിയിലേക്ക് ഓരോ വസ്തുക്കൾക്കും സംഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക തരംഗമായി പ്രകൃതിയിലേക്ക് പോകും. നാം ഒരു കാര്യം കുറേ നേരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തകളുടെ ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസിയോട് കൂടിയ സാഹചര്യങ്ങൾ, വസ്തുക്കൾ, വ്യക്തികൾ നമ്മിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ആകർഷിക്കുന്നു. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നാം നിരന്തരമായി ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീക്വൻസി ഉണ്ടാകുന്നു. ആ ഫ്രീക്വൻസിയിൽ നിന്ന് നാം ആകർഷിക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് അതുപോലെയുള്ള ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് വ്യക്തികളെയും സാഹചര്യങ്ങളെയും നാം ആകർഷിക്കുന്നത്. പോയ കാലത്തെ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിന് കാരണമായിട്ടുള്ളത്. അതായത് നല്ല ചിന്തകളാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുക. ചിന്തകളുടെ മേൽ ബോധപൂർവ്വം ഇന്ന് തന്നെ നാം ഇടപെട്ട് കഴിഞ്ഞാൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നായി നേടിയെടുക്കാം. ഈ ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. ഇതിന് പ്രത്യേക താല്പര്യമോ പക്ഷാപാതപരമായ നിലപാടുകളോ ഒന്നുമില്ല. ഒന്ന് മനസ്സ് വെച്ചാൽ ആർക്കും തന്നെ ഇത് പ്രയോജനപ്പെടുത്താം. നമുക്ക് ആവശ്യമായ സമ്പത്ത്, നേട്ടം, ആഗ്രഹിക്കുന്ന ബന്ധം, ഇങ്ങനെ എണ്ണമറ്റ കാര്യങ്ങളെല്ലാം തന്നെ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. പ്രകൃതി അതിൻ്റെ എല്ലാ മനോഹാരിതകളും നമുക്കായി കാത്തു വച്ചിരിക്കുമ്പോൾ അവ ലഭിക്കാനായി ആവശ്യമുള്ള ഫ്രീക്വൻസിയിൽ നമ്മുടെ ചിന്തകൾക്ക് രൂപം നൽകുക.
അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇതാണ് ആകർഷണ നിയമം വ്യക്തമാക്കുന്നത്. അതായത് നാം ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിന് ആവശ്യമായ ഫ്രീക്വൻസികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ നാം ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നല്ല ചിന്തകളെ ഉണർത്തേണ്ടത്? ഒരു ശരാശരി മനുഷ്യൻ്റെ ചിന്തകളുടെ നല്ലൊരു ഭാഗവും നെഗറ്റീവാണ്. അതായത് നിഷേധ ചിന്തകളാകാനാണ് സാധ്യത. നാം ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. പ്രതിദിനം 60,000 മുതൽ 80,000 ചിന്തകൾ വരെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓരോ ചിന്തകളെയും നിരീക്ഷിക്കുക എന്നത് അത്ര എളുപ്പമല്ല. പകരം നമ്മുടെ വികാരങ്ങളെ, അതായത് നമ്മൾ ഇപ്പോഴത്തെ ഇമോഷനെ നമുക്ക് നിരീക്ഷിക്കാം. എന്ത് ഫീലിംഗ് ആണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. അതിൻ്റെ ഉത്തരം നിരാശ എന്നാണെങ്കിൽ മനസ്സിലാക്കാം, കഴിഞ്ഞ കുറേ സമയമായി, ദിവസങ്ങളായി നിങ്ങൾ നിഷേധാത്മക ചിന്തകളുടെ തടവറയിലായിരുന്നു എന്ന്. ഈ മാർഗത്തിലൂടെ നമ്മുടെ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് വേണം അല്ലേ? അതിനായി നമുക്ക് സന്തോഷവും ഉത്സാഹവും ആവേശവും ഒക്കെ തരുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ആദ്യം തയ്യാറാക്കുക. പെട്ടെന്ന് വേണമെന്നില്ല, സമയമെടുത്ത് തന്നെ അത് തയ്യാറാക്കുക. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നമുക്ക് സന്തോഷവും സമാധാനവും ആവേശവും ഒക്കെ തരുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് സമയമെടുത്ത് തന്നെ ഉണ്ടാക്കുക. നിരാശയുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഒറ്റയടിക്ക് സന്തോഷത്തിലേക്കും ഉത്സാഹത്തിലേക്കും എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, അതായത് നിങ്ങൾക്ക് ഏത് കാര്യമാണ് എഴുതിയാൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നത്, നിങ്ങൾ ഉത്സാഹം കൊണ്ടെത്തിക്കുന്നത്, ആ കാര്യങ്ങളായിരിക്കും ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള നല്ല ഓർമ്മകൾ, അസുലഭ നിമിഷങ്ങൾ, അഭിമാനം തോന്നിയ സന്ദർഭങ്ങൾ, നിങ്ങളെ ആഴത്തിൽ സ്പർശിച്ച വ്യക്തികൾ, വീണ്ടും ഓർക്കാൻ ആഗ്രഹിക്കുന്ന യാത്രകൾ, ഓർക്കുന്തോറും നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രസകരമായ സംഭവങ്ങൾ, ഇങ്ങനെ എന്തും നിങ്ങൾക്ക് ഈ ലിസ്റ്റിലേക്ക് ചേർക്കാം. സ്ഥിരമായി നല്ല വൈകാരിക അവസ്ഥ നിലനിർത്താൻ മാത്രമേ നമുക്ക് പോസിറ്റീവായ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആഗ്രഹിക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല, മനസ്സിലേക്ക് വീണ്ടും നെഗറ്റീവ് ചിന്തകൾ വരുന്നു എങ്കിൽ നേരത്തെ തയ്യാറാക്കിയ ലിസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കാൻ തുടങ്ങാം. ആകർഷണ നിയമം എന്നാൽ സ്നേഹത്തിൻ്റെ നിയമം കൂടിയാണ്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന വികാരമാണ് സ്നേഹം. ഒരാളെക്കുറിച്ച് നാം മോശമായി ചിന്തിക്കുമ്പോൾ നമ്മെ മാത്രമാണ് അത് പരിക്കേൽപ്പിക്കുന്നത്. മോശമായ ചിന്തകൾ മോശമായ ഫ്രീക്വൻസിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾ മനസ്സിലുണ്ടാകുമ്പോൾ നാം നെഗറ്റീവായ വ്യക്തികളെ, സംഭവങ്ങളെ, സാഹചര്യങ്ങളെ നമ്മിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അത്തരമൊരു കെണിയിൽ ചെന്ന് പെടാതിരിക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതുമാത്രം ചിന്തിക്കുക. ഇനി ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ്റെ 4 രഹസ്യങ്ങൾ എന്താണെന്നാണ് നാം ഇനി പറയാൻ പോകുന്നത്. ഈ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഇതുവരെ മനസ്സിലാക്കാതിരുന്ന ആകർഷണ നിയമത്തിൻ്റെ 3 സ്റ്റെപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. 1 ആസ്ക്, 2 ബിലീഫ് അഥവാ വിശ്വസിക്കുക, 3 ഇൻസ്പയർഡ് ആക്ഷൻ, 4 സ്വീകരിക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം ചോദിക്കണം അല്ലേ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവണം. അതിനെ കൃത്യമായി നിർവചിക്കാൻ കഴിയണം. അതിൽ അവ്യക്തതയോ ആശയക്കുഴപ്പമോ ഉണ്ടായാൽ ഫലവും അങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അതായത് ആവശ്യപ്പെടുക എന്നതാണ് 1ാമത്തെ സ്റ്റെപ്പ്. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിശ്വസിക്കുക, അതായത് ബിലീവ്. പണമടച്ച് എന്തെങ്കിലും നാം ഓൺലൈനിലൂടെ ഓർഡർ ചെയ്താൽ അത് നമ്മിലേക്ക് എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലേ? അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്കത് ലഭിക്കുകയും ചെയ്യുന്നു. അത് കണക്ക് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്. നാം ആഗ്രഹിക്കുന്നത് എന്തോ അത് ആഗ്രഹിച്ച നിമിഷം തന്നെ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ആകർഷണ നിയമത്തിൻ്റെ ധർമ്മം. ഇനി 3ാമത്തെ സ്റ്റെപ്പ് ഇൻസ്പയർഡ് ആക്ഷൻ. വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലരും മറക്കുന്നതുമായൊരു സ്റ്റെപ്പാണിത്. ഇൻസ്പയർഡ് ആക്ഷൻ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിനായി നിങ്ങൾ ചെയ്യുന്ന ഏത് ആക്ഷനും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത സ്റ്റെപ്പ്, അതായത് 4ാമത്തെ സ്റ്റെപ്പ് സ്വീകരിക്കുക. ഒരിക്കൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ കൊണ്ട് ആഗ്രഹിച്ചാൽ അത് ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന മനോഭാവത്തിൽ അത് കിട്ടുമ്പോഴുള്ള സന്തോഷത്തിൻ്റെ ഫ്രീക്വൻസിയിലായിരിക്കണം എപ്പോഴും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ സന്തോഷം, അത് നിങ്ങളെപ്പോഴും കീപ്പ് ചെയ്യണം. മാനിഫെസ്റ്റേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം.
ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ പ്രാക്ടീസ് ചെയ്യുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാക്കാൻ എത്ര ദിവസം ഞാൻ കാത്തിരിക്കണം? ഉത്തരം ഒന്നേയുള്ളൂ. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടെ പൂർണ്ണ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ കഴിയുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്കായി നാം ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾ 5 ലക്ഷം രൂപ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാളെ 5 ലക്ഷം കയ്യിൽ ആരെങ്കിലും കൊണ്ടുവന്ന് തരികയായിരിക്കില്ല. നിങ്ങളുടെ ആ ലക്ഷ്യം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലോകത്തെവിടെയോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഓരോ ദിവസവും മുന്നോട്ട് പോകേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇല്ല, വേണ്ട, പറ്റില്ല, അരുത് തുടങ്ങിയ നിഷേധവാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇടമുണ്ടാകരുത്. എനിക്ക് കടമുണ്ടാകരുത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് കടമുണ്ടാകണമെന്നാണ് പ്രകൃതി വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടം ഒഴിവാകണമെങ്കിൽ ചിന്തിക്കേണ്ടത് എനിക്ക് സമ്പത്തുണ്ടാകണം എന്നാണ്. എന്തുകൊണ്ടെന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സംസാരിക്കുന്നത്, എന്ത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. എനിക്കത് കിട്ടിയില്ലല്ലോ എന്നാലോചിച്ച് നിരാശപ്പെടുമ്പോൾ, ആകർഷണ നിയമം എനിക്ക് മാത്രം വർക്കാകുന്നില്ലല്ലോ എന്ന് പരാതിപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണത്തെ ഈ ചിന്തകൾ വൈകിപ്പിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്താൻ സമയമെടുക്കും. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ എൻ്റെ സ്വപ്നം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി, അതായത് സംഭവിക്കുന്നത് പോലെ ഫീൽ ചെയ്തുകൊണ്ട് കാത്തിരിക്കുക. എൻ്റെ സുഹൃത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ. താങ്ക് യു.